السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبي الهدى وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സമാദരണീയനായ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് അബ്ദുസലാം സാഹിബ്, വേദിയിലുള്ള സോളിഡാരിറ്റിയുടെ നേതാക്കളെ, സ്നേഹാദരണീയരായ ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാദ്യമായി മനസ്സ് നിറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലൊട്ടുക്കും ധാരാളമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹിക സാഹചര്യത്തിലാണ് ഇത്തരമൊരു പരിപാടി നമ്മുടെ ഈ പ്രദേശത്തും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ന് കേരളത്തിലൊട്ടുക്കും ജമാഅത്തെ ഇസ്ലാമിയോളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രസ്ഥാനത്തെയും കാണാൻ സാധിക്കുകയില്ല. അത് നിയമസഭക്കകത്താകാം, പുറത്താവാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാവാം, ഓഫ്ലൈനിലാവാം, സ്റ്റേജുകളിലാകാം, പേജുകളിലാകാം, എവിടെയും ആവശ്യത്തിനും അനാവശ്യത്തിനും സ്ഥാനത്തും അസ്ഥാനത്തുമെല്ലാം ജമാഅത്തെ ഇസ്ലാമി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, അതിന് പലരും പല കോണുകളിൽ നിന്നും പല ഉത്തരങ്ങളുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ജമാഅത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ വിമർശനാത്മകമാണ്, ആരോപണങ്ങളിൽ അധിഷ്ഠിതമാണ്. ചില സന്ദർഭങ്ങളിൽ അത് വളരെ പോസിറ്റീവായ ചർച്ചകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അധികവും വസ്തുതാവിരുദ്ധമായ, നട്ടാൽ മുളക്കാത്ത പച്ചക്കളങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് ഇന്ന് ജമാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുസമൂഹത്തിൽ ധാരാളമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ എന്ന് പറയുന്നത് പുതുമയുള്ള എന്തോ ഒരു അത്ഭുതമൊന്നുമല്ല. മറിച്ച് ജമാഅത്തുണ്ടായ നാൾ മുതൽക്ക് തന്നെ അതിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായ വിമർശനങ്ങളും നിരൂപണങ്ങളും അതിനെക്കുറിച്ച് ധാരാളം ആരോപണങ്ങളും എല്ലാം പല കാലഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് വിമർശിക്കപ്പെടുക എന്ന് പറയുന്നത് എന്തോ ഒരു പോരായ്മയായി ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നില്ല, മനസ്സിലാക്കേണ്ട ആവശ്യവുമില്ല. മാങ്ങയുള്ള മാവിലാണ് കുഞ്ഞുങ്ങൾ കല്ലെറിയാറുള്ളത്, മാങ്ങയില്ലാത്ത മാവിൽ കുട്ടികൾ കല്ലെറിയാറില്ല. എന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞാൽ എന്തെങ്കിലും കാര്യമാണല്ലോ. എന്നതുപോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ആരോപണത്തെയും നമ്മൾ കാണുന്നത്. ഈ രാജ്യത്ത് ഈ പ്രസ്ഥാനം ഉണ്ടായ നാൾ മുതൽ രാജ്യത്തിനും രാജ്യനിവാസികൾക്കുമൊക്കെ ഉപകാരപ്രദമായ ധാരാളം പ്രവർത്തനങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് വളരെ സജീവമായി നിലനിന്ന പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ടുകൂടിയാണ് അത് വിമർശിക്കപ്പെടുന്നത്. കാരണം അതിന്റെ ശത്രുപക്ഷത്ത് ഒരു വിഭാഗം അണിനിരക്കുക എന്നത് സ്വാഭാവികമാണ്. നന്മയുടെയും നേരിന്റെയും നീതിയുടെയും പക്ഷത്ത് അണിനിരന്നവരെല്ലാം ചരിത്രത്തിൽ കല്ലെറിയപ്പെട്ടിട്ടുണ്ട്, നിരന്തരം വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്, ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അപവാദ പ്രചരണങ്ങൾ ധാരാളമായി നടത്തിയിട്ടുണ്ട്. പ്രവാചകന്മാരെ കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഏത് പ്രവാചകന്മാരാണ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങാതെ പോയത്? ആരുമില്ല. പ്രവാചകന്മാർ ചെയ്ത തെറ്റെന്താണ്? അവര് സത്യത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിന്നു എന്നത് മാത്രമാണ്. നീതിയുടെയും ധർമ്മത്തിന്റെയും വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പോരാടി എന്നതാണ് അവർ ചെയ്ത ഏകപാതകം. അതിന്റെ പേരിൽ വധിക്കപ്പെട്ട പ്രവാചകന്മാർ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇല്ലാത്ത ആരോപണങ്ങൾ അവർക്ക് നേരെ ഉന്നയിച്ചുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പൊ ഇതൊന്നും ആദ്യത്തെ ചരിത്രത്തിലെ സംഭവമല്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം വിമർശിക്കപ്പെടുന്നു എന്ന് പറയുന്നത് എന്തോ മോശം കാര്യമാണെന്ന് ഒരു കാലത്തും ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കിയിട്ടില്ല. ഈ ആരോപണങ്ങളുടെ നാളുകളിലും അങ്ങനെ മനസ്സിലാക്കുന്നുമില്ല. മറിച്ച് അതിനൊക്കെ വളരെ പോസിറ്റീവായി കണ്ടുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കുന്ന ധീരന്മാരുടെ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഇവിടെ പ്രശ്നം വിമർശിക്കപ്പെടുന്നു എന്നതല്ല. ആരാണ് ഇവിടെ വിമർശിക്കുന്നത് എന്ന് നമുക്കറിയാം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPIM ആണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഏറ്റവും അധികം ആരോപണങ്ങൾ ഇന്ന് ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. CPIM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതതിന്റെ ചരിത്രപരമായ ദൗത്യം പൂർത്തീകരിച്ച് അതിന്റെ അവസാനത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തെ വളരെ ശക്തമായി സ്വാധീനിച്ച ഒരു പാരമ്പര്യം അവർക്കുണ്ടായിരുന്നു. ജ്യോതി ബസു എന്ന് പറയുന്ന CPM-ന്റെ നേതാവിനെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രീയം നമുക്ക് ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വലിയ റോള് നിർവഹിക്കുവാൻ സാധിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു CPIM എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ചെറിയൊരു ചുരുത്തിൽ മാത്രം അവശേഷിക്കുന്ന, നിലനിൽപ്പിന് വേണ്ടി നിരന്തരമായി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കിക്കൊണ്ട് രക്ഷപ്പെട്ടേക്കാം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ആരോപണങ്ങളാണ്, ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് 10-30 വർഷത്തിലധികം പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്ന് ചോദ്യം ചെയ്യപ്പെടാതെ അധികാരം വാണ ഒരു പാർട്ടിയാണ്. ഇന്ന് നിങ്ങൾ പശ്ചിമ ബംഗാളിൽ പോയി കഴിഞ്ഞാൽ CPM-ന്റെ പാർട്ടി ഓഫീസുകളുടെ മുമ്പിൽ ചെങ്കൊടി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ ചെങ്കൊടിയുടെ സ്ഥാനത്ത് പാറിക്കൊണ്ടിരിക്കുന്നത് കാവിക്കൊടിയാണ്. നിങ്ങൾ അവരുടെ പാർട്ടി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പാർട്ടി ഓഫീസിനകത്ത് കാൾമാർക്സിന്റെയും എംഗൽസിന്റെയും ലെനിന്റെയും AKGയുടെയും EMS-ന്റെയും ഒന്നും ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഹർകിഷൻ സുർജിത്ത് എന്ന് പറയുന്ന CPM-ന്റെ തലമുറന്ന നേതാവിന്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയില്ല. ആ പാർട്ടി ഓഫീസിനകത്ത് നിങ്ങൾ കാണുന്ന പടം ഒരുപക്ഷെ ഗോൾവാൾക്കറിന്റെയും അതേപോലെ തന്നെ ഹെഗ്ഡേവാറിന്റെയും മൂർജയുടെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മോഹൻ ഭഗവത്തിന്റെയും ഒക്കെ ഫോട്ടോകളാണ് ഇന്ന് CPM-ന്റെ പാർട്ടി ഓഫീസിൽ നിങ്ങൾ പശ്ചിമ ബംഗാൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനം ഒരു കാലത്ത് ദീർഘനാൾ ഭരിച്ച പാർട്ടിയാണ് CPM.
ആ പ്രദേശത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാലും CPM-ന് തിരിയിട്ട് കരഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഉപ്പുവെച്ച കലം പോലെ എന്ന് പറയാൻ പറ്റുമാറ് ആ പാർട്ടി ആ പ്രദേശങ്ങളിലെല്ലാം ഒന്നുമല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ആകെ അവശേഷിക്കുന്ന ഒരു തുരുത്തെന്ന് പറയുന്നത് കേരളം മാത്രമാണ്. വേറെ എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെയും അതുപോലെ മറ്റു പലരുടെയും പിൻബലത്തിൽ മാത്രമാണ്. ഇന്ന് CPM-ന്റെ പാർലമെന്റിൽ 4 MP-മാരായുള്ളത്. ആ 4 MP-മാരിൽ ഒന്ന് രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ നിന്ന് സിക്കർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന MP-യാണ്. കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ കിട്ടിയ സീറ്റാണ്. കോൺഗ്രസിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും മറ്റു പലരുടെയും വോട്ട് വാങ്ങിച്ചുകൊണ്ടാണ് സിക്കർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് CPM ഒരു MP-ആയി വന്നിട്ടുള്ളത്. പിന്നെ 2 MP-മാര് തമിഴ്നാട്ടിൽ നിന്നാണ്. ഒന്ന് ഡിണ്ടിഗൽ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന്, മറ്റൊന്ന് മധുരൈ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന്. ഈ 2 മണ്ഡലത്തിലും DMK എന്ന് പറയുന്ന പാർട്ടിയുടെ ഔദാര്യത്തിൽ മാത്രം MP-ആയി വന്ന 2 MP-മാരാണ്. സ്വന്തം CPM-ന്റെ സംഘടനാ കരുത്തുകൊണ്ട് പാർലമെന്റിനകത്ത് ഒരു MP ഉണ്ടെങ്കിൽ അത് ആലത്തൂരിൽ നിന്ന് ജയിച്ചു പോയ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയുള്ളൂ, വേറെ ആരുമില്ല. അങ്ങനത്തെ ഒരു പാർട്ടിയായി CPM-ന് ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ആ നിലനിൽപ്പിന്റെ പോരാട്ടത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കിക്കൊണ്ട് ഇല്ലാത്ത വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ മുഴുവനും ഈ നാട്ടിന്റെ മുമ്പിൽ അപരവൽക്കരിക്കുന്ന അത്യധികം അപകടം നിറഞ്ഞ പ്രവർത്തനങ്ങളുമായി ഇന്ന് CPM മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ദുരന്തം എത്രത്തോളം എന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന പ്രദേശത്ത് ഗോപൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചപ്പോ അതിന്റെ മക്കള് അയാളെ സമാധിയാക്കിയപ്പോ ജനങ്ങളെല്ലാവരും തിരിഞ്ഞു. കാരണം ഇതുവരെ ഇല്ലാത്ത എന്തോ പുതിയൊരു സംഭവം അവിടെ ഉണ്ടായപ്പോ മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞു, ഇതിന്റെ പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണ് ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആ മനുഷ്യനെ സമാധിയാക്കുന്നതിന് എതിര് നിൽക്കുന്നവരെന്ന് പറയുവാൻ ഗോപൻ സ്വാമിയുടെ മക്കളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയയുടെ ഭീകരമായ ദുരന്തത്തിന്റെ അനിവാര്യമായ ഫലം മാത്രമാണ്. ഒന്നുകൂടി കടന്നു പറഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന തന്ത്രം. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് പുതിയ സംഭവമല്ല. ഇന്ത്യ രാജ്യത്ത് വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തിന്റെ അധികാരത്തിൽ എത്തിയ നാൾ മുതൽ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന അത്യധികം അപകടം നിറഞ്ഞ ഒരു സംഗതിയാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അതുവരെ ലോകരാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാമോഫോബിയ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ഒരു ഉൽപ്പന്നമാണെങ്കിൽ 2014 മുതൽ ലോകരാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഇസ്ലാമോഫോബിയയുടെ ഒരു ഹബ്ബായി നമ്മുടെ രാജ്യം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഉത്തരവാദിത്വം സംഘപരിവാറിനാണ്. കാരണം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ ആയുധം എന്ന് പറയുന്നത്, അവരുടെ പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. അതല്ലാതെ വേറൊന്നും അവരുടെ കൈവശമില്ല. ഈ രാജ്യത്ത് ഞങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധികാരത്തെക്കുറിച്ച് സംസാരിക്കുവാൻ, ഭരണത്തെക്കുറിച്ച് സംസാരിക്കുവാൻ സംഘപരിവാറിന് സാധിക്കുകയില്ല എന്ന് ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഏറ്റവും ചുരുങ്ങിയത് 160ഓളം വരുന്ന പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പൊതുയോഗങ്ങളുടെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. ആ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിലെവിടെയും ഈ രാജ്യത്തിന്റെ വികസനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്നും പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരു പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുക, ഈ രാജ്യത്ത് ഞങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാമാണ്, അതിന്റെ തുടർച്ച ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരും തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു പരാമർശവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മറിച്ച് അതിശക്തമായ ഇസ്ലാമോഫോബിയുടെയും ഇസ്ലാം പേടിയുടെയും മുസ്ലിം വിദ്വേഷത്തിന്റെയും വംശീയമായ പരാമർശങ്ങളുടെയും ഒരു വലിയ ഭാണ്ഡക്കെട്ട് തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് പ്രധാനമന്ത്രി നടത്തിയ പൊതുയോഗങ്ങളിൽ
കണ്ടത് എന്ന് നമുക്കറിയാം. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളെങ്ങാനും ഇവിടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഹിന്ദുക്കളായ സ്ത്രീകളുടെ കെട്ടുകാലി കൂലിയെടുത്തുകൊണ്ട് അവർ മുസ്ലിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് വോട്ട് ചെയ്യുന്നത് പോലും ജിഹാദിന്റെ ഭാഗമാണ് എന്ന് തുടങ്ങി നിരന്തരമായ മുസ്ലിം സമുദായത്തിന് നേരെ വംശീയമായ അധിക്ഷേപങ്ങൾ നടത്തുന്ന, ഇസ്ലാമിനോടും മുസ്ലിം സമുദായത്തോടും ഭയം വർദ്ധിപ്പിക്കുന്ന പരാമർശങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിച്ചത് എന്ന് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാറില്ല? ഞങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവന്ന വികസനങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറയാൻ അവർക്ക് സാധിക്കുകയില്ല. കാരണം എന്താണ്? നമുക്കറിയാം, ഇന്നത്തെ രൂപയുടെ മൂല്യം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഡോളറുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം തകർന്നടിഞ്ഞ ഒരു കാലം ഇന്ത്യയുടെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. 87.5 അഥവാ 87 രൂപ കൊടുത്താലാണ് ഒരു ഡോളർ എന്ന് കിട്ടുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം രൂപയുടെ മൂല്യം തകർന്നു പോയ ഒരു കാലഘട്ടം നമുക്ക് കാണാൻ കഴിയുകയില്ല. ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയുന്ന ലോകത്തെ ദാരിദ്ര്യ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 105ാമത്തെ സ്ഥാനമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളായ സെനഗൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ മുകളിലാണ്. എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ അപകടകരമായ വൃത്തങ്ങളിലേക്ക് ഓരോ നാളുകൾ കഴിയുന്നതോറും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ ഭരണകൂടത്തിന് ഞങ്ങളിവിടെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച വേണമെങ്കിൽ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരണം എന്ന് പറയാൻ അവർക്ക് സാധിക്കുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശമുള്ള ഏക ആയുധം എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ മാത്രമാണ്. അത് നമുക്ക് അത്ഭുതമല്ല. കാരണം സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. RSSന്റെ രാഷ്ട്രീയ അജണ്ടയിൽ അധികാരത്തിലേറിയ BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ രാജ്യത്തുള്ള മുസ്ലിം സമുദായത്തിന് നേരെ നിരന്തരമായ വംശീയ വിദ്വേഷത്തിന്റെ അപകടങ്ങളുടെ പരാമർശങ്ങൾ, ബാബരി മസ്ജിദ് പൊളിച്ചത് മുതൽക്കുള്ള എല്ലാ സംഭവങ്ങളും അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ അതാണ്. നമുക്കതിൽ അത്ഭുതമില്ല. അത് പിന്നെ സംഘപരിവാറാണ് എന്ന് നമുക്ക് സമാധാനിക്കാം. പക്ഷേ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നാൽ കേരളം ഭരിക്കുന്നത് സംഘപരിവാറല്ല. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റാണ്. ആ ഇടതുപക്ഷ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന CPM-ന്റെ ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധം, അവർ ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാമോഫോബിയാണ് എന്ന് ഏത് ചെറിയ കുട്ടിയും ഉറക്കത്തിൽ എഴുന്നേറ്റ് പോലും പറയും. അത്രമാത്രം ഇസ്ലാമോഫോബിയെ രാഷ്ട്രീയ ആയുധമായി കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അപകടത്തിന്റെ രാഷ്ട്രീയ നിലപാടുമായി ഇന്ന് CPM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഘപരിവാറും CPM-ഉം തമ്മിൽ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെന്താണ്? സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യയിൽ ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കണമെങ്കിൽ UP-യിലും ബീഹാറിലും അതേപോലെ തന്നെ ഉത്തരാഖണ്ഡിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഒക്കെ ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കണമെങ്കിൽ ഒരു പ്രയാസമല്ല. ഏതെങ്കിലും ഒരു മുസ്ലിം ഐക്കൺ ഉണ്ടായാൽ, ഒരു താടി വെച്ച ഒരു മുസ്ലിം, അല്ലെങ്കിൽ ഒരു തൊപ്പി വെച്ച മുസ്ലിം, അല്ലെങ്കിൽ തലപ്പാവുണ്ടായ ഒരു മുസ്ലിം, അല്ലെങ്കിൽ ഒരു സ്കാർഫ് ധരിച്ച ഒരു പെൺകുട്ടി, അത്ര മതി. അതിന് മുന്നിൽ വെച്ചുകൊണ്ട് വളരെ ഭീകരമായ ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കുവാൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു പ്രയാസമില്ല. പക്ഷെ കേരളത്തിൽ അത് അത്ര പെട്ടെന്ന് കഴിയില്ല. കേവലം ഒരു മുസ്ലിം ഐക്കണ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ എളുപ്പത്തിൽ സാധ്യമല്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് CPM ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രം എന്താണ് എന്ന് ചോദിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തെ നാട്ടക്കുറിയായി നിർത്തിക്കൊണ്ട് ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന അത്യധികം നീചമായ കുടിലമായ തന്ത്രം പയറ്റിക്കൊണ്ടാണ് ഇന്ന് CPM ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഒന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ്, രണ്ടാമത്തേത് തൃശ്ശൂരിലെ ചേലക്കരയിലുള്ള തെരഞ്ഞെടുപ്പാണ്, മൂന്നാമത്തേത് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പോയപ്പോ അതിന്റെ പകരം പ്രിയങ്ക മത്സരിച്ച തെരഞ്ഞെടുപ്പാണ്. ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പായിരുന്നു. കാരണം നമുക്കറിയാം, അവിടെ BJP തൊട്ടുള്ള ഒരു മണ്ഡലമായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം 2026 വരാനിരിക്കുന്ന
നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എൻട്രി പോയിന്റായി ബിജെപി വളരെ കൃത്യമായി ആസൂത്രണ പ്രാണവത്തോടുകൂടി അഭിമുഖീകരിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്, ആ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ഉം BJP-യും തമ്മിൽ ഒരു മത്സരം ഉണ്ടായിട്ടില്ല. LDF-ഉം BJP-യും തമ്മിൽ ഒരു മത്സരവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഒരു നീല ട്രോളിയുടെ സംഭവങ്ങൾ എന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. ആ നീല ട്രോളിയെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ആരാണ് നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CPM-ന്റെ പ്രവർത്തകർ മാത്രമല്ല, CPM-ന്റെയും BJP-യുടെയും പ്രവർത്തകർ ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തിയ ഓപ്പറേഷനായിരുന്നു നീലപ്പെട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓപ്പറേഷൻ. ആ ഓപ്പറേഷന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പുതിയ ഒരു ടെർമിനോളജി തന്നെ രൂപപ്പെട്ടത്. അത് CJP എന്ന് പറയുന്ന പരാമർശമാണ്. CJP എന്ന് പറഞ്ഞാൽ CPM-ലെ ഒന്നാമത്തെ C ആണ്. JP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP-യിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരമാണ്. ആ മൂന്നക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണലിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറഞ്ഞാലും തെറ്റില്ല, ക്രിമിനൽ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാലും കുഴപ്പമുണ്ടാവില്ല. കാരണം മൂന്നും ഒരേപോലെ യോജിക്കുന്ന ഒരു പ്രയോഗമായി ആ പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വളരെ കൃത്യതയോടുകൂടി നമുക്ക് ഒരു പ്രയാസവുമില്ലാതെ പറയാൻ കഴിയുന്നതുമുള്ള അപകടം നിറഞ്ഞ അവിശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ അജണ്ട ഇന്ന് CPM കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന പ്രസംഗങ്ങളിൽ അദ്ദേഹം നടത്തിയ ഹൈലൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പാലക്കാട് വന്ന് നടത്തിയ പ്രസംഗത്തിലെ ഹൈലൈറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു: മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ്. അതുവരെ പറഞ്ഞത്, അത്രയും കാലം പറഞ്ഞിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് മാത്രമായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് കേവലം സ്വാധീനം മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് ഒരു തെരഞ്ഞെടുപ്പിന്റെ പൊതുയോഗത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ആരുടെ വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം പരാമർശം നടത്തുന്നത്? യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ നടത്തുന്ന പ്രസംഗം എന്താണ്? കേരളം ഞങ്ങൾ കഴിഞ്ഞ 9 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് കേരളത്തിന്റെ ഈ മണ്ണിൽ ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച വേണമെങ്കിൽ ഞങ്ങളിൽ ഈ അധികാരത്തിൽ വരണം എന്നല്ലേ പറയേണ്ടിയിരുന്നത്? അങ്ങനെ പറയേണ്ടുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അവർ നടപ്പിലാക്കിയ വികസനത്തെ കുറിച്ച് എന്ന അക്ഷരം പറയാതെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുന്ന അടവ് നയം നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് അല്ലേ? എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. ഇന്ന് കേരളത്തിന്റെ മണ്ണിലെ ഏറ്റവും വലിയ തമാശ ഏതാ? സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രോൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. ഇതൊന്നൊരു തമാശയാണ്. എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവിൽ നിന്ന് സിംഹവാലം പുരന്മാർ ഓടിപ്പോയപ്പോ അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയാൻ പറ്റുമാറ് എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. ഇതിവിടെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പിന്നെ എറണാകുളം ജില്ലയിലെ അങ്കമാലി അതിരൂപതയിലെ 2 വിഭാഗങ്ങൾ, 2 വൈദിക ഗ്രൂപ്പുകൾ തമ്മിൽ പ്രശ്നമുണ്ടായി. എങ്ങനെയാണ് കുർബാന നടത്തേണ്ടത് എന്ന വിഷയം, എങ്ങനെയാണ് കുർബാന നടത്തേണ്ടത് എന്ന തർക്കമുണ്ടായപ്പോ ആ തർക്കം ജനങ്ങളിലേക്ക് വലിയ തോതിൽ വിവാദപരമായ ഒരു സംഗതിയായി രംഗത്ത് വന്നപ്പോ മുസ്ലിം സമുദായത്തെയും ക്രൈസ്തവ സമൂഹത്തെയും വംശീയമായ വിദ്വേഷങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവർക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ വേണ്ടി 18 പയറ്റിക്കൊണ്ടിരിക്കുന്ന ഖാസ എന്ന് പറയുന്ന വിഭാഗം പറഞ്ഞത് ഈ വൈദിക ഗ്രൂപ്പുകൾക്കിടയിലുള്ള പ്രശ്നത്തിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. 2 വൈദിക ഗ്രൂപ്പുകൾ അവർക്കിടയിലുള്ള ആഭ്യന്തരമായ പ്രശ്നമുണ്ടായപ്പോ ആ പ്രശ്നത്തിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് ഖാസയെ കൊണ്ട് പറയിപ്പിച്ചത് CPM ആണ്. സംശയമുണ്ടോ? നിങ്ങൾ അത്രമാത്രം ഭീകരമായ പ്രചരണങ്ങൾ ഇവിടെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി.
പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വലിയ തോതിൽ UDF-ന്റെ സ്ഥാനാർത്ഥി ജയിച്ചു. എല്ലാ അജണ്ടകളും നടപ്പിലാക്കിയിട്ടും അവർ ജയിച്ചു. 18,500 വരുന്ന ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു വന്നത്. ജയിച്ചു വന്നപ്പോ പിറ്റേ ദിവസം ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് വിജയിച്ചപ്പോ നിങ്ങളുടെ ഭരണകൂടത്തിനെതിരെയുള്ള എല്ലാ വികാരവും ജനങ്ങൾ പ്രകടിപ്പിച്ചതിനെ മറച്ചുവെക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞതെന്താ? അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ട്രോളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ ആവിക്കൽ തോട് മാലിന്യ പ്ലാന്റിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. ആലപ്പുഴയിലെ കരിമണൽ ഖനനത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. കേരളയിൽ പദ്ധതിക്കെതിരെ കേരളത്തിന്റെ എല്ലാ മനുഷ്യന്മാരും ഒരേപോലെ സമരത്തിൽ ഇറങ്ങിയപ്പോൾ അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. ഗെയിൽ പൈപ്പ് ലൈനെതിരെയുള്ള പദ്ധതിക്ക് നേരെ ജനങ്ങൾ രംഗത്തിറങ്ങിയപ്പോൾ അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. ഇനി ജമാഅത്തെ ഇസ്ലാമി ഇല്ലാത്ത വല്ലതുണ്ടോ? ഇവിടെ മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗം ഒരു വലിയനെ കുറിച്ച് പറയാറുണ്ട്, മുദബ്ബിറയാലെന്ന് പറയാം. ആ വലിയ മുദബ്ബിറയാലമാണ് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ജമാഅത്തെ ഇസ്ലാമി മുദബ്ബിറയാലമാണ് എന്ന് CPM പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ലാത്ത മൈലേജ് നിങ്ങൾ നൽകിക്കൊണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ PR വർക്ക് ഇന്ന് ഏറ്റവും മനോഹരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളാമീർ P. മുജീബ് റഹ്മാൻ സാഹിബല്ല, മറിച്ച് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും വിജയരാഘവനും റിയാസ് മന്ത്രിയും ഒക്കെ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ PR വർക്ക് വളരെ മനോഹരമായി ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് ഇങ്ങനെ എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയുന്ന ഈ പരാമർശം ഇത് തമാശയല്ല. ഇതുണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരം വെളുത്തൊടിയിട്ട് ഇന്ന് നമുക്ക് വ്യായാമം പോലും ചെയ്യാൻ പറ്റില്ല. കാരണം അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ്. വ്യായാമം ചെയ്യുന്നതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. മെക്സവൻ എന്ന് പറയുന്ന ഈ നാട്ടിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതിനകത്തുണ്ട്. ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, മതമുള്ളവരുണ്ട്, മതമില്ലാത്തവരുണ്ട്, എല്ലാവരും അതിനകത്തുണ്ട്. മുസ്ലിം സമുദായത്തിലെ എല്ലാ സംഘടനയിൽപ്പെട്ട ആളുകളും അതിനകത്തുണ്ട്. കാരണം അത് ആരോഗ്യത്തിന്റെ പ്രശ്നമാണ്. ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് ഒരു കൂട്ടായ്മ രൂപപ്പെട്ടപ്പോ സ്വാഭാവികമായും അത് വളരെ ലൈവായിക്കൊണ്ട് കേരളത്തിന്റെ എല്ലാ മേഖലകളിലും വ്യാപിച്ചപ്പോ മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ മുറയുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് ആദ്യമായി പറഞ്ഞത് കോഴിക്കോട് CPM-ന്റെ സെക്രട്ടറി ആയിരുന്ന മോഹനൻ മാഷ്. മോഹനൻ മാഷ് കേവലം മെക്സവന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് അത്രയും സമാധാനിക്കമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ പ്രസംഗം നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക രാഷ്ട്രമെങ്ങാനും രൂപപ്പെട്ടാൽ എന്ന് പറഞ്ഞൊരു ഫുൾ സ്റ്റോപ്പാണ്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ കാണണം. അത്യധികം അപകടം നിറഞ്ഞ ഒരുപക്ഷെ വത്സൻ തില്ലങ്കേരി പോലും നാണിച്ചു പോകുന്ന ശശികല ടീച്ചറെ എത്രയോ പിന്നിൽ കൊണ്ടുപോയി മുന്നേറുന്ന അപകടം നിറഞ്ഞ പരാമർശമാണ് മോഹനൻ മാഷ് ആ പ്രസംഗത്തിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക രാഷ്ട്രമെങ്ങാനും ഇവിടെ രൂപപ്പെട്ടാൽ ഈ രാജ്യത്ത് ഏറ്റവും വലിയ അപകടം ഉണ്ടാകുന്നത് ഹിന്ദുക്കൾക്കാണ്. ഈ രാജ്യത്തെ ഹിന്ദുക്കളൊക്കെ പുറത്തു പോകേണ്ടി വരും എന്ന് പറയുന്നത് വത്സൻ തില്ലങ്കേരിയല്ല, എന്ന് പറയുന്നത് ശശികല ടീച്ചറല്ല. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജില്ലയുടെ പാർട്ടി സെക്രട്ടറി വളരെ പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ ആരുടെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം അപകടം നിറഞ്ഞ പരാമർശങ്ങൾ നടത്തി ഈ നാട്ടിന്റെ സാമുദായികമായ ധ്രുവീകരണം ആഴക്കെത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതെന്ന് കേരളത്തിന്റെ മുമ്പിൽ ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത് പറയാതിരിക്കാൻ വീണ്ടും വീണ്ടും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ആരോപണം. എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ചില സമയത്ത് ജമാഅത്തെ ഇസ്ലാം എന്ന് വേണ്ട, നേർക്കുനേരെ മുസ്ലിം സമുദായത്തെ മുന്നിൽ വെച്ചുകൊണ്ട് CPM-ന്റെ കൂട്ടത്തിൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമുണ്ട് A. വിജയരാഘവൻ. വായ തുറന്നു കഴിഞ്ഞാൽ പേരെടുത്തുകൊണ്ട് 2 അക്ഷരം അയാൾ എഴുതാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിനെതിരെ മുസ്ലിം സമുദായത്തിന് നേരെ വിദ്വേഷത്തിന്റെ അപകടം നിറഞ്ഞ പരാമർശങ്ങൾ പറയാതെ മുസ്ലിം സമുദായത്തെ മുഴുവനും ഭീകരവാദികളും തീവ്രവാദികളും ദേശവിരുദ്ധരുമായി ചിത്രീകരിക്കാതെ ഒരു പ്രസംഗവും നടത്താൻ കഴിയാത്ത CPM-ലെ ഒന്നാമത്തെ നേതാവ് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് A. വിജയരാഘവൻ. അല്ലേ? അദ്ദേഹം പറഞ്ഞ ഇസ്ലാം വിരുദ്ധതയുടെയും മുസ്ലിം വിദ്വേഷത്തിന്റെയും പട്ടിക ഞാൻ ഇവിടെ നിരത്തി പ്രസംഗിക്കാൻ തീരുമാനിച്ചാൽ സുബഹി ബാങ്ക് കൊടുത്താൽ എന്റെ പ്രസംഗം അവസാനിക്കുക. അത്രമാത്രം പറയാൻ
അത്രമാത്രം നിരന്തരമായ ഇസ്ലാം വിരുദ്ധത പറയുന്ന CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ് വയനാട് CPM-ന്റെ വയനാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ആ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞത് എന്താ? പ്രിയങ്ക ഗാന്ധി 4.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിന് വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയപ്പോ, അതിന്റെ മുമ്പ് രാഹുൽ ഗാന്ധി 2 തവണ വയനാട്ടിൽ നിന്ന് അത്യപൂർവമായ ഭൂരിപക്ഷത്തിന് ജയിച്ചു പോയപ്പോ, രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മുന്നിലും പിന്നിലും ഈ രാജ്യത്തുള്ള ഈ വയനാട്ടിലുള്ള മുസ്ലിം വർഗീയവാദികളാണ്. മുസ്ലിം വർഗീയവാദികൾ മുമ്പിലും പിന്നിലും നിന്നുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കേരളത്തിൽ നിന്ന് ജയിച്ചു പോയത് എന്ന് പറയുന്നത് ആരാ? CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ വളരെ പരസ്യമായി CPM-ന്റെ പാർട്ടി സമ്മേളനത്തിൽ പ്രസംഗിക്കുകയാണ്. പിറ്റേ ദിവസം ഗോവിന്ദൻ മാഷ് അതിന് എല്ലാ ആനുകൂല്യവും നൽകിക്കൊണ്ട് പറഞ്ഞു, ശരിയാണ് പറഞ്ഞത്, ഒറ്റ കാര്യമുള്ളൂ, ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് മാത്രം. അങ്ങനെ ഒരു തിരുത്ത്. ആ തിരുത്തോടുകൂടി പിന്നെ വിജയരാഘവന്റെ പ്രസ്താവനയെ പാർട്ടി സെക്രട്ടറി ഔദ്യോഗികമായി അംഗീകരിക്കുകയാണ്. ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മഹാരാഷ്ട്രയിലെ BJP-യിലെ ഒരു മന്ത്രി കേരളത്തെ കുറിച്ച് പറഞ്ഞു, കേരളം എന്ന് പറഞ്ഞാൽ മിനി പാകിസ്ഥാനാണെന്ന് പറഞ്ഞു. കേരളം മിനി പാകിസ്ഥാനാണ്. കേരളം മിനി പാകിസ്ഥാനാണെന്ന് പറഞ്ഞപ്പോ പിണറായി വിജയൻ സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് രൂക്ഷമായി അതിനെതിരെ പ്രതികരിച്ചു. ഞാൻ പറയുന്നു, എന്ത് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ധാർമ്മികമായ എന്ത് അവകാശമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന BJP-യുടെ മന്ത്രിയുടെ ഈ പറയുന്ന മിനി പാകിസ്ഥാൻ പരാമർശത്തിന് നേരെ ഉന്നയിക്കുവാൻ കാരണം എന്താ? BJP-യുടെ മന്ത്രി പറഞ്ഞത് വെറുതെ അല്ല. അദ്ദേഹം ഒരു വളരെ കൃത്യമായി A. വിജയരാഘവന്റെ വയനാട്ടിലത്തെ പ്രസംഗത്തെ കോട്ട് ചെയ്തുകൊണ്ട്, വയനാട് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. A. വിജയരാഘവൻ എന്ന് പറയുന്ന CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കേരളത്തിൽ നടത്തിയ പ്രസംഗം ഇതാണ്: കേരളത്തിലാകെ മുസ്ലിം വർഗീയവാദികൾ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന വിജയരാഘവന്റെ പ്രസ്താവനയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ BJP-യുടെ മന്ത്രി കേരളത്തെ കുറിച്ച് മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞത്. മിനി പാകിസ്ഥാന് നേരെ നിങ്ങൾക്ക് വല്ല വിദ്വേഷം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് A. വിജയരാഘവനെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിലും പോളിറ്റ് ബ്യൂറോ അംഗം എന്ന് പറയുന്ന ഉന്നതമായ പദവിയിൽ നിന്നെങ്കിലും നിങ്ങൾ പുറത്താക്കാതെ ആ മന്ത്രിക്കെതിരെ നിങ്ങൾ പരാമർശം നടത്തുന്നത് എന്ത് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്? ധാർമ്മികമായ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത്? യാതൊരു അവകാശമില്ല. കാരണം ഇങ്ങനെ RSS-ന് മരുന്നിട്ട് കൊടുക്കുന്ന, RSS-ന് നിരന്തരമായി മരുന്നിട്ട് കൊടുക്കുന്ന പ്രവർത്തനം ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാമത്തെയും അവസാനത്തെയും പാർട്ടി CPM ആണ്. ഒരു സംശയം വേണ്ട. RSS-ന് മരുന്നിട്ട് കൊടുക്കരുത് എന്ന് കേരളത്തിന്റെ നിയമസഭയിൽ 2-3-4 വർഷങ്ങൾക്കും പ്രസംഗിച്ചത് പിണറായി വിജയനാണ്. അന്ന് പ്രസംഗിക്കാൻ ഒരു കാരണമുണ്ട്. എന്തായിരുന്നു? RSS-ന് നിങ്ങൾ മരുന്നിട്ട് കൊടുക്കരുതെന്ന് മുസ്ലിം സമുദായത്തെ ഉപദേശിച്ചതാ. അങ്ങനെ ഉപദേശിച്ചതിന്റെ കാരണം എന്താ? കേരളത്തിലെ ഏറ്റവും പ്രബലമായ മുജാഹിദ് വിഭാഗമായ വിസ്ഡം ഗ്രൂപ്പ്, ആ വിസ്ഡം ഗ്രൂപ്പ് കേരളത്തിലൊട്ടും നടത്തിയൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ആ ക്യാമ്പയിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ പറവൂരിൽ വെച്ചുകൊണ്ട് അവരൊരു സ്ക്വാഡ് നടത്തുമ്പോൾ ആ സ്ക്വാഡ് നടത്തിയ മുജാഹിദ് പ്രവർത്തകരെ RSS-കാരെ തെരുവിൽ കൈകാര്യം ചെയ്തു. RSS-കാരെ തെരുവിൽ കൈകാര്യം ചെയ്തപ്പോ അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. ആ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യോത്തര സെഷനിൽ ഉത്തരം പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവനും ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ RSS-ന് മരുന്നിട്ട് കൊടുക്കരുത്. ആരാ ഇവിടെ RSS-ന് മരുന്നിട്ട് കൊടുക്കുന്നത്? മുജാഹിദുകാരാണോ? ജമാഅത്തെ ഇസ്ലാമിക്കാരാണോ? തബ്ലീഗ് ജമാഅത്താണോ? സുന്നികളാണോ? AP വിഭാഗമാണോ? EK വിഭാഗമാണോ? ആരുമല്ല. ഇവിടെ RSS-ന് മരുന്നിട്ട് കൊടുക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി CPIM എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ഒരു സംശയമില്ലാണ്ട് നമുക്ക് പറയാൻ കഴിയും. അത് ഇന്നും ഇന്നലെ തുടങ്ങി വെച്ചൊന്നല്ല, ഇന്നും ഇന്നലെയുമല്ല. ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ്, അഥവാ 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയവാദിയായ മുഖ്യമന്ത്രിയായി നമ്മളൊക്കെ കരുതുന്ന UP-യിലെ യോഗി ആദിത്യനാഥ്, ഒരു സംശയമില്ല, അദ്ദേഹം തന്നെയാണ് ഏറ്റവും വലിയ വർഗീയവാദി. ആ വർഗീയവാദിയായ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന UP-യുടെ മുഖ്യമന്ത്രി 3 വർഷങ്ങൾക്ക് മുമ്പ് UP-യിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു, മതപരിവർത്തന നിരോധന നിയമം UP-യിൽ കൊണ്ടുവരാൻ വേണ്ടി അന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്തിനാ ഈ നിയമം കൊണ്ടുവരുന്നത്? ഞാൻ പറഞ്ഞു വന്നത്,
RSSന് മരുന്നിട്ട് കൊടുക്കുന്നവർ ഇവിടെ മുസ്ലിം സമുദായമല്ല. RSSന് നിരന്തരമായി മരുന്നിട്ട് കൊടുക്കുന്ന പണിയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. യോഗി ആദിത്യനാഥ് ഈ മതപരിവർത്തന നിരോധന നിയമം അവിടെ നടപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് ലവ് ജിഹാദ് നിലനിൽക്കുന്നുണ്ട് എന്നാണ്. ഇവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാര് ഹിന്ദു മതത്തിൽപ്പെട്ട ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ സ്നേഹിച്ച് മതം മാറ്റി സിറിയയിലേക്കും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലേക്കും ഭീകര പ്രവർത്തനങ്ങൾക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അതുകൊണ്ട് മതപരിവർത്തന നിരോധന നിയമം ഇവിടെ വേണം എന്നായിരുന്നു. അങ്ങനെ പറയുമ്പോ ഈ ലവ് ജിഹാദ് ഉണ്ട് എന്നത് അന്ന് യോഗി ആദിത്യനാഥ് പറയുമ്പോ അദ്ദേഹം ഒന്ന് റഫർ ചെയ്തത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെയാണ്. VS അച്യുതാനന്ദനെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ലവ് ജിഹാദിനെ തടയുവാൻ ഞങ്ങളുടെ നാട്ടിൽ നിയമം അനിവാര്യമാണ് എന്ന് പറയുമ്പോൾ ആരാണ് RSSനിവിടെ മരുന്ന് കൊടുക്കുന്നത്? CA NRC സമരം ഇന്ത്യ രാജ്യത്ത് കത്തിയാളുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ വലിയ തോതിലുള്ള ഭീഷണിയായി മാറുമാറ് ഇന്ത്യയുടെ നഗരങ്ങളെന്നോ ഗ്രാമങ്ങളെന്നോ വ്യത്യാസമില്ലാതെ NRC CAA വിരുദ്ധ സമരം കത്തിയാളിക്കൊണ്ടിരിക്കുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു CAA സമരത്തിന്റെ പിന്നിൽ ഈ തീവ്രവാദികളും ഭീകരവാദികളും രാജ്യദ്രോഹികളും ഒക്കെ നുഴഞ്ഞു കയറിക്കൊണ്ട് ആ സമരത്തെ വഴിതിരിച്ചു വിടുകയാണ്. പ്രധാനമന്ത്രി പറഞ്ഞതാ. പ്രധാനമന്ത്രി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അദ്ദേഹം റഫർ ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. കേരളത്തിലെ സമരങ്ങളെ കുറിച്ച് ഹല്ലുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വിപുലമായ സ്വഭാവത്തിൽ CA NRC വിരുദ്ധ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്കാളിത്തത്തെ വിമർശിച്ചുകൊണ്ട് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഈ സമരത്തിന്റെ പിന്നിൽ തീവ്രവാദികളും ഭീകരവാദികളും ദേശവിരുദ്ധരും ഒക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിനെ റഫർ ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരത്തിൽ തീവ്രവാദികളുണ്ടെന്ന് പറയുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ RSSന് മരുന്നിട്ട് കൊടുക്കുന്നവർ? വിജയരാഘവന്റെ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ റഫർ ചെയ്തുകൊണ്ട് മഹാരാഷ്ട്രയിലെ മന്ത്രി കേരളത്തെ കുറിച്ച് മിനി പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ അതേ സന്ദർഭത്തിലാണ് CPMന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം നടന്നത് താനൂരിൽ വെച്ച്. ആ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ അവിടെ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു സ്മരണിക പുറത്തിറക്കിയിരുന്നു. ആ സ്മരണികയിലെ ഒരു ലേഖനം പാലോളി മുഹമ്മദ് ഊട്ടിയുടെ പേരിലാണ്. പാലോളി മുഹമ്മദ് ഊട്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് CPMലെ വന്യ വയോധികനായ അദ്ദേഹം വിശ്രമത്തിലാണ്. ആ പാവപ്പെട്ട മനുഷ്യനെ വെറുതെ ആവശ്യമില്ലാതെ വലിച്ചിഴച്ചുകൊണ്ട് വലിയ തോതിൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ലേഖനം എഴുതി. എന്താ ലേഖനത്തിൽ പറയുന്നത്? ആ ലേഖനത്തിൽ പറയുന്നത് ഇന്ത്യ രാജ്യത്ത് പാകിസ്ഥാന് വേണ്ടിയുള്ള വാദം ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും വലിയ പാകിസ്ഥാൻ വാദം ഉന്നയിച്ച പ്രദേശം മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് CD സാഹിബിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗാണ് ഏറ്റവും ശക്തമായി പാകിസ്ഥാന് വേണ്ടി വാദിച്ചത് എന്ന് 2025 പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സ്മരണികയിൽ പരസ്യമായി പറഞ്ഞുകൊണ്ട് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് മിനി പാകിസ്ഥാൻ പരാമർശത്തിന് നേരെ വർത്തമാനം പറയുന്നത്. എന്തിനാ നിങ്ങൾ ഈ 2025 പാർട്ടി സമ്മേളനത്തിൽ 2025 നടക്കുന്ന പാർട്ടി സമ്മേളനത്തിന്റെ സ്മരണികയിൽ എന്തിനാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിംകളാണ് പാകിസ്ഥാന് വേണ്ടി ഏറ്റവും ശക്തമായി വാദിച്ചത്? നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ആരെ തൃപ്തിപ്പെടുത്താനാണ് നിങ്ങൾ ഇത്തരം പരാമർശം നടത്തുന്നത്? PC ജോർജ് എന്ന് പറയുന്ന വിഷമിച്ച് വായ തുറന്നു കഴിഞ്ഞാൽ വർഗീയ വിദ്വേഷം അപകടകരമായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന PC ജോർജ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് ചരംചീൽ TVയിലെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളും തീവ്രവാദികളും ഹറാം പറയുന്നവരുമാണ്. അദ്ദേഹത്തിന്റെ ഭാഷ അങ്ങനെ ഹറാം പറയുന്നവരാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം ഒന്നിച്ച് പാകിസ്ഥാനിൽ പോകണം പരസ്യമായി പറഞ്ഞു. ആ പരസ്യമായി പറഞ്ഞ PC ജോർജിന്റെ ഈ അപകടം നിറഞ്ഞ പരാമർശത്തിന് നേരെ കേരളത്തിലെ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ വെൽഫെയർ പാർട്ടിയും സോളിഡാരിറ്റിയും ഉൾപ്പെടെ പലരും കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ ഏതെങ്കിലും ഒരു കേസ് പരിഗണിച്ചുകൊണ്ട് FIR ഇട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തേക്ക് ഈ പറയുന്ന PC ജോർജിനെ വിളിച്ചു വരുത്തുവാൻ പ്രാണിയില്ലാത്ത കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനാണ് ആ മന്ത്രിയുടെ പരാമർശത്തിന് നേരെ ഹാലടങ്ങിക്കൊണ്ട് രംഗത്ത് വരുന്നതെന്ന് പറയുമ്പോ എന്ത് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് CPMന് ഈ മിനി പാകിസ്ഥാൻ പരാമർശത്തിന് നേരെ വായ തുറക്കാൻ അവകാശമുള്ളത്? നിങ്ങളാണ് മരുന്നിട്ട് കൊടുക്കുന്നത്. നിങ്ങളും നിരന്തരം RSSനും സംഘപരിവാറിനും മരുന്നിട്ട് കൊടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ മുഴുവനും അത്യധികം അപകടം നിറഞ്ഞ ഒരു വിഭാഗമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് കേരളത്തിൽ RSSന് ഒരു പണിയില്ല.
RSSകാർ വിശ്രമത്തിലാണ്. BJPക്കാർ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരുപാട് സമയം മാറ്റിവെക്കാം. കാരണം എന്താ? പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ ഒരു പണിയും അവർക്ക് ചെയ്യാനില്ല. അവർ ചെയ്യേണ്ട പണി അവരെക്കാൾ മനോഹരമായി ഇന്ന് CPM ചെയ്തുകൊണ്ടിരിക്കാം. സംശയമുണ്ടോ? അതുകൊണ്ടാണ് ഇന്ന് CPM-ന് ഏറ്റവും വലിയ പിന്തുണയുമായി പുറത്തുനിന്ന് വരുന്ന പാർട്ടി അവരുടെ കൂട്ടയുള്ള CPI അല്ല. CPI പലപ്പോഴും അവർക്കെതിരാ. പക്ഷേ ഇന്ന് CPM-ന് എല്ലാവർക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കേരളത്തിലെ ഒന്നാമത്തെ പാർട്ടിയായി BJP മാറിക്കഴിഞ്ഞിരിക്കുക അല്ലേ? ആ BJP ഏത് നിലക്കും അവർക്ക് പിന്തുണ കൊടുക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ആലപ്പുഴ ജില്ലയില് പ്രതിഭ എന്ന് പറയുന്ന MLA-യുടെ മകന് ഒരു മയക്കുമരുന്ന് കേസിൽ പിടിച്ചു. കേരളത്തിലെ എല്ലാ ചാനലുകളും ചർച്ചയാക്കി. പക്ഷെ പ്രതിഭ പത്രക്കാരെ കണ്ട് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ മീഡിയ വൺ. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനല് മീഡിയ വണ്ണാണ് എന്റെ മകനെ എന്നിലേക്ക് ചേർത്തുകൊണ്ട് ഇത് മറ്റൊരു സ്വഭാവത്തിൽ മതപരമായി വർഗീയമായി ചേർതിരിച്ചുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് വളരെ പരസ്യമായി പറഞ്ഞപ്പോ പ്രതിഭ MLA-ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കായംകുളത്ത് ഒന്നാമതായി വന്നത് പിണറായി വിജയനല്ല, രണ്ടാമത് ഗോവിന്ദൻ മാഷല്ല, വിജയരാഘവനല്ല, ഒന്നാമതും രണ്ടാമതും വന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP-യുടെ നേതാവാണ്. ശോഭാ സുരേന്ദ്രൻ വന്ന് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? പ്രതിഭ CPM വിട്ട് BJP-യിൽ ചേരണം. പ്രതിഭ CPM വിട്ട് BJP-യിൽ ചേരണം എന്ന് പരസ്യമായി പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന് നേരെ ഒരു മറുപടി പ്രസംഗം ആലപ്പുഴയുടെ ഏതെങ്കിലും ഒരു മണ്ണിൽ നിങ്ങൾ വെച്ചിട്ടുണ്ടോ? നിങ്ങൾ വെക്കില്ല. എന്തുകൊണ്ടാണ് വെക്കാത്തത്? നിങ്ങൾക്കിടയിൽ വളരെ കൃത്യമായ ഒരു ആഭ്യന്തരമായ ഒരു റൂട്ടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ കാര്യം. ഇതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കിക്കൊണ്ട് നിങ്ങൾ ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടാമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് എത്ര പെട്ടെന്ന് മനസ്സിലാക്കുന്നു അത്രയും നല്ലത് എന്ന് മാത്രമേ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്തെല്ലാം ആരോപണങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച്. ജമാഅത്തെ ഇസ്ലാമിക്കാര് സാർവദേശീയ പാർട്ടിയാണ്. CPM-ന്റെ നേതാവ് ജയരാജൻ ഒരു പുസ്തക പ്രകാശനം നടന്നു കോഴിക്കോട് വെച്ച്. ആ പുസ്തക പ്രകാശനം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന. 40 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗത്തിലെ 38 മിനിറ്റും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ്. ഇവിടെ ആലോചിച്ച് നോക്കി ഇവരുടെ ദുരന്തം. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ എന്തിനാണ് 38 മിനിറ്റ് 40 മിനിറ്റിലെ 38 മിനിറ്റും ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്? എന്തെല്ലാം പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിക്ക് സാർവദേശീയ ബന്ധമുണ്ട്. ലോകത്തുള്ള ഒരുപാട് തീവ്രവാദികളുമായി ബന്ധമുള്ള കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവര് മതരാഷ്ട്രവാദികളാണ്, അവര് ഭീകരവാദികളാണ്, അവര് രാജ്യദ്രോഹികളാണ്, അവര് ഈ നാടിന് മുഴുവനും അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടരാണ്. എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ സാർവദേശീയ പാർട്ടി എന്ന് പറയുന്നത് ആരാണ്? നിങ്ങൾ CPM-ന്റെ പൊന്നാനിയിലെ പാർട്ടി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ താടി വെച്ച കാൾ മാർക്സിന്റെ ഫോട്ടോ കാണും. ആരാ കാൾ മാർക്സ്? പൊന്നാനിയിലെ മുൻകഴിഞ്ഞ CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നോ? അല്ലല്ലോ. ആരായിരുന്നു കാൾ മാർക്സ്? ലെനിൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവിന്റെ ഫോട്ടോ വെച്ച് പാർട്ടി ഓഫീസിൽ നിങ്ങൾ പൂജിക്കുമ്പോൾ എംഗൽസിന്റെ ഫോട്ടോ നിങ്ങളുടെ എല്ലാ പാർട്ടി ഓഫീസിലും വരും. AKG സെന്ററിൽ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരായ മാർക്സിസ്റ്റ് താത്വിക ചിന്തകന്മാരായ ഈ പറയുന്ന നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് പാർട്ടി ഓഫീസുകളിൽ നിരന്തരമായി പൂജിക്കുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് സാർവദേശീയത പറയുന്നത്. എന്നിട്ട് ഈ എന്താ നിങ്ങളുടെ ബന്ധം? കമ്മ്യൂണിസത്തിന്റെ അല്ലെങ്കിൽ മാർക്സിസത്തിന്റെ ലോകത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രം. ആ 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ വളരെ ചെറിയ ഒരു കാലഘട്ടമാണ് നിങ്ങൾ അധികാരത്തിലുണ്ടായത്. ആ അധികാരത്തിലുണ്ടായപ്പോ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് യമപുരിയിലേക്ക് അയച്ച മനുഷ്യന്മാരുടെ എണ്ണം എത്രയോ? ഏറ്റവും ചുരുങ്ങിയത് 9.5 കോടി ജനങ്ങളെ. 9.5 കോടി ജനങ്ങളെ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി ഈ ലോകത്ത് നിന്ന് കൊന്നുതള്ളിയ ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ സംവിധാനത്തിന്റെ പേര് ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് കമ്മ്യൂണിസം, അതിന്റെ പേരാണ് മാർക്സിസം. എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ചരിത്രത്തിലേക്ക് നിങ്ങൾ എത്തിനോക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ കൊലപാതകികളായ ഭീകരന്മാരായ 10 ഭരണാധികാരിയുടെ പേരെഴുതിയാൽ 1 മുതൽ 10 വരെയുള്ള ഭരണാധികാരികളും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ചിന്തകളിൽ ആകട്ടരായിക്കൊണ്ട് ഭരണം നടത്തിയവരാ. അതിലൊന്നാമത്തത് ജോസഫ് സ്റ്റാലിൻ, റഷ്യയിലെ ഏകാധിപതിയായ ഭരണാധികാരി, റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ഈ പറയുന്ന ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി
റഷ്യയിൽ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി കൊന്നത് 4.5 കോടി ജനങ്ങളെ. 4.5 കോടി. കേരളത്തിലുള്ള മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ മനുഷ്യന്മാരെ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി നിർദാക്ഷിണ്യം ഈ ലോകത്ത് നിന്ന് യമപുരിയിലേക്ക് അയച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രാർത്ഥികന്മാരെ തോവിട്ട് പൂജിക്കുന്ന CPM ആണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് സാർവദേശീയത ആരോപിച്ചുകൊണ്ട് തീവ്രവാദവും ഭീകരവാദവും പറഞ്ഞ് ചാപ്പകുത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ജോസഫ് സ്റ്റാലിൻ മാത്രമല്ല. കംബോഡിയയിലെ പോൾപോട്ട് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി, കംബൂച്ചിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ കംബോഡിയയിലെ ഏകാധിപതിയായ ഭരണാധികാരി കംബോഡിയയിലെ 4/1 ജനസംഖ്യയെ കൊന്നുകളഞ്ഞു. എന്തിന്? കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി. 80 ലക്ഷം ജനങ്ങളെ. 80 ലക്ഷം ജനങ്ങളെ. നിങ്ങളൊന്ന് കംബോഡിയയിൽ പോയി കഴിഞ്ഞാൽ ആ വംശീയ ഉന്മൂലനത്തിന് വേണ്ടി അവര് പ്രത്യേകമായ പ്രദേശം തയ്യാറാക്കിയിരുന്നു. ആ പ്രദേശത്ത് ഇതുപോലുള്ള ഒരു മരക്കുറ്റി കാണാം. ആ മരക്കുറ്റി എന്തിനാണെന്നറിയോ? എട്ടും പൂട്ടും തിരിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ തലക്കടിച്ചു കൊല്ലാൻ 2 കാലം പിടിച്ച് തലക്കടിച്ചു കൊല്ലും. ഇങ്ങനെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ, നിരപരാധികളായ കുഞ്ഞുങ്ങളെ വരെ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി കൊന്നു തള്ളിയവരാണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഭീകരവാദം പറയുന്നത്. ചൈനയിലെ മാവോ സേതൂങ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ചൈനയിൽ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി കൊന്നു തള്ളിയവരുടെ എണ്ണം CPM നിങ്ങൾക്കറിയോ? അറിയൂല. കാരണം അത്രമാത്രമുണ്ട്. കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി കോടിക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയ മനുഷ്യന്മാര് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഭീകരവാദം പറയാം. ജമാഅത്തെ ഇസ്ലാമിക്കാര് തീവ്രവാദികളാണെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ എവിഡൻസ്? ഒരു എവിഡൻസ് ഇല്ല. ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണം. ഇതാണ് തിട്ടൂരം. ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണം. TV അൻവർ MLA നിലമ്പൂരിൽ വെച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പ്രകമ്പനമുണ്ടാക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ഭൂതത്തെ അദ്ദേഹത്തിന്റെ കുടത്തുനിന്ന് പുറത്തേക്ക് വിട്ടപ്പോ അത് ഏറ്റവും വലിയ പരിക്ക് CPM-ന്റെ അഭ്യന്തരവും കൂടി കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഉണ്ടായപ്പോ മരുമകൻ ആദ്യമായി രംഗത്ത് വന്ന് പറഞ്ഞത് ഇയാളുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. അൻവറിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയ. ആരും ഏറ്റെടുത്തില്ല. പത്രക്കാരൊന്നും ഏറ്റെടുത്തില്ല. സാധാരണ അങ്ങനെ CPM-ന്റെ ഒരു നേതാവ് പറഞ്ഞാൽ അന്നത്തെ ചാനലിൽ അന്തി ചർച്ച അതായിരിക്കും. പക്ഷെ അന്ന് ആരും ചർച്ചക്കെടുത്തില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ റിയാസ് വീണ്ടും പത്രക്കാരെ കണ്ട് പ്രകോപിതനായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെന്താ കേൾക്കാത്തത്? ഞങ്ങൾ പറഞ്ഞില്ലേ അൻവറിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന്? ഞങ്ങൾ പറഞ്ഞില്ലേ? എന്തുകൊണ്ടും നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണം എന്ന് പറയുന്ന തിട്ടൂരം കാണിച്ചുകൊണ്ട് ഈ പറയുന്ന അജണ്ട നിങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കേരളത്തിലുള്ള അരിയാഹാരം കഴിക്കുന്ന മനുഷ്യന്മാർക്ക് തിരിച്ചറിവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമേ CPM-നോട് ഈ സമയത്ത് പറയാനുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം 51 വെട്ടുവെട്ടിക്കൊണ്ട് സ്വന്തം പാർട്ടിയിൽപ്പെട്ടവനെ കുലംകുത്തിയായി ചിത്രീകരിച്ചുകൊണ്ട് ഈ ലോകത്തു നിന്ന് എന്നേക്കുമായി പറഞ്ഞയച്ചുകൊണ്ട് ആ കൊലപാതകികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ പിറകിൽ മാഷാ അല്ലാഹ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ആ കൊലപാതകത്തിന്റെ പിന്നിൽ മുസ്ലിങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ച ഒരു പാരമ്പര്യമുള്ള പാർട്ടിയല്ല ജമാഅത്ത്. ഇത് നിങ്ങളുടെ പാരമ്പര്യമാണ്. നിരന്തരമായി മുസ്ലിം സമുദായത്തെ ഈ പറയുന്ന സ്വഭാവത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമം. കാഫിർ സ്ക്രീൻഷോട്ട് ആർക്കും മറക്കാൻ പറ്റില്ലല്ലോ. വടകരയില് CPM-ന്റെ ഏറ്റവും വലിയ ജനകീയ നേതാവായി അറിയപ്പെടുന്ന നേതാവ് തോൽക്കുമെന്ന് കണ്ടപ്പോ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിച്ച് നാളെ വോട്ടെടുപ്പിന് പോകുമ്പോൾ ഇന്ന് ഒരു സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാം. എന്താ സ്ക്രീൻഷോട്ട്? ഷാഫി പറമ്പിൽ മുസ്ലിമാണ്, മറ്റേയാള് കാഫിറാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യണം, കാഫിറിന് വോട്ട് ചെയ്യാൻ പാടില്ല. ആരാണ് സ്ക്രീൻഷോട്ട് ഇറക്കിയത്? ജമാഅത്തെ ഇസ്ലാമിക്കാരാണോ? ഇവിടെയുള്ള മറ്റേതെങ്കിലും വിഭാഗമാണോ? അല്ല. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട DYFI-യുടെ നേതാവ് തന്നെയാണ് അതിന്റെ പേരിൽ പിടിക്കപ്പെട്ടത്. കേസ് നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ നിരന്തരമായി തെറ്റിദ്ധരിപ്പിക്കുവാൻ പാലക്കാട് നടന്നു. പാലക്കാട് തെരഞ്ഞെടുക്കുന്ന തലേ ദിവസം 2 മുസ്ലിം പത്രങ്ങളിൽ മാത്രം ഒരു പരസ്യം. അതേ ദിവസം ഹിന്ദുവിലുണ്ട് പരസ്യം, മാതൃഭൂമിയിലുണ്ട് പരസ്യം, മറ്റു പല പത്രങ്ങളിലുണ്ട് പരസ്യം. ആ പരസ്യങ്ങളൊന്നുമില്ലാത്ത ഒരു പ്രത്യേകമായ പരസ്യം സുപ്രഭാതം, സിറാജ് എന്ന് പറയുന്ന 2 മുസ്ലിം പത്രങ്ങളിൽ മാത്രം. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന BJP-കാരൻ കോൺഗ്രസിന് ചേർന്നപ്പോ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്ത് മുഴുവനും ഊരിയെടുത്തുകൊണ്ട് ഇയാൾ ഭയങ്കര വർഗീയവാദിയാണ്, അതുകൊണ്ട് മുസ്ലിങ്ങളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ മാത്രം വർഗീയമായി ചേരിതിരിച്ചുകൊണ്ട് വോട്ട് നേടാൻ ശ്രമിച്ചവർ കേരളത്തിൽ CPM മാത്രം. ഇതാണ് നിങ്ങളുടെ പാരമ്പര്യം. ഈ സ്വഭാവത്തിൽ ജനങ്ങൾക്കിടയിൽ നിരന്തരമായ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്നാൽ ഏറ്റവും വലിയ ഭീകരതയുടെയും വർഗീയതയുടെയും എല്ലാ അജണ്ടകളും ഒരേപോലെ പുറത്തിടും. ഇന്ത്യയുടെ തന്നെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം 942 ക്വിറ്റ് ഇന്ത്യ സമരം, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാത്മജിയുടെ നേതൃത്വത്തിൽ നടന്ന ആ സമര പോരാട്ടം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിലെ മനോഹരമായ അധ്യായമാണ്. ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരെ ഇന്ത്യ രാജ്യത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒന്നാമത്തെ പേര് CPM ആണ്, മറ്റൊന്ന് RSS. ഈ രണ്ട് പാർട്ടികളാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരെ നിന്ന പാർട്ടി. 947 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്ത രണ്ട് പാർട്ടികളാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് RSS ആണ്, മറ്റൊന്ന് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നിഷേധിക്കാൻ പറ്റുമോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ എഴുതപ്പെട്ട രേഖകളായതല്ല. 1948 കൽക്കട്ട തിസീസ് VT രണദവേ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഈ കൽക്കട്ട തിസീസ് എന്താ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സായുധ സമരമല്ലാതെ വേറെ മാർഗമില്ല, സായുധ പോരാട്ടമല്ലാതെ വേറെ ഒരു മാർഗവും നമുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 വർഷക്കാലം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സായുധ പോരാട്ടത്തിലൂടെ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ച വിഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ. ഇവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് ഭീകരവാദം പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇവിടെ ഓട് പൊളിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്ന പാർട്ടിയല്ല, അല്ലെങ്കിൽ മതിലത ചാടിക്കടന്ന് മുണ്ടിട്ടുകൊണ്ട് ആരെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന പാർട്ടിയല്ല. മറിച്ച് ഇന്ത്യ രാജ്യത്ത് വളരെ സുതാര്യമായ പ്രവർത്തനങ്ങളുമായി അതിന്റെ ഭരണഘടന നിങ്ങൾക്ക് മാർക്കറ്റിൽ പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന ഒരു പുസ്തകമാണ്. ഇനി പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സൗജന്യമായിട്ട് വായിക്കാം. ഒരു വളച്ചു ഒരു നിഗൂഢതയും ഇല്ലാതെ വളരെ പരസ്യമായി ഇന്ത്യ രാജ്യത്ത് സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് ആരെയും കൊന്നിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് ക്രിമിനൽ കുറ്റവാളികളായി പിടിക്കപ്പെട്ടിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇവിടെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും രാജ്യദ്രോഹത്തിന്റെയും പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പേടിച്ചതുകൊണ്ടോ ഭീരുക്കളായതുകൊണ്ടല്ല, മറിച്ച് അത് ഈ പ്രസ്ഥാനത്തിന്റെ നിലപാടല്ല. ഈ പ്രസ്ഥാനം ഈ രാജ്യത്ത് സുതാര്യമായി ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങൾക്കകത്തു നിന്ന് സർഗാത്മകമായ സൗന്ദര്യമുള്ള മനോഹരമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഈ രാജ്യത്തോടൊപ്പം രാജ്യനിവാസികളോടൊപ്പം നിരന്തരമായി സഞ്ചരിച്ച പാരമ്പര്യമല്ലാതെ മറ്റെന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ഭീകരവാദം ആളുകൾ വിശ്വസിക്കും. അങ്ങനൊന്നും പറയാനില്ലല്ലോ. അങ്ങനെ ഒന്നും ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്കില്ല എന്ന് ഏറ്റവും നന്നായി അറിയുന്നവർ നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് CPIM-ന്റെ നേതാക്കന്മാരുടെ സ്വകാര്യമായി ചോദിച്ചാൽ പറയും, നിങ്ങൾ ശരിയാണ്, ഞങ്ങൾക്കറിയാം, പക്ഷെ ഞങ്ങളിപ്പോ ഇങ്ങനെ പറയും, ഞങ്ങളിങ്ങനെ പറയും, ഞങ്ങൾ തീരുമാനിച്ചതാ. അത് തീരുമാനിച്ചത് എപ്പോഴാ? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു അല്ലേ? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിലൊഴികെ 19 മണ്ഡലത്തിൽ തോറ്റു ഒപ്പിയിട്ട് ഒരുപക്ഷെ CPM-കാർ പ്രതീക്ഷിക്കാത്ത അത്യധികം വലിയ പരാജയം ഏറ്റുവാങ്ങിയപ്പോ ആ പരാജയത്തിന്റെ കാരണം അന്വേഷിച്ച് തുടങ്ങിയതാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെയുള്ള ഈ കുതിരകയറ്റം. അത് പിന്നെ ഏറ്റക്കുറച്ചിലോടും കൂടി മുന്നോട്ട് പോയി. ഇപ്പൊ അത് കുറച്ചുകൂടി ശക്തിപ്പെട്ടിരിക്കുക. കാരണം എന്താ? 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. എന്തെല്ലാം പ്രചരണങ്ങളാ! ഈ അടുത്ത് 2 ദിവസം മുമ്പ് മാതൃഭൂമി ചാനലിലെ ചർച്ച എന്താ? കേരളത്തിന്റെ മുഖ്യമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ മുഖ്യമന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാണ്. അങ്ങനെ PK കുഞ്ഞാലിക്കുട്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന സ്വഭാവത്തിൽ മാതൃഭൂമി ചാനലിൽ ഒരു ചർച്ച നടത്തുമ്പോൾ എന്താണ് ആ ചർച്ചയുടെ ലക്ഷ്യം? ഇവിടെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വരാൻ വേണ്ടി പോവാ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം. ഒരു മുസ്ലിമായ ഒരു മുഖ്യമന്ത്രി ഇവിടെ വരാൻ വേണ്ടി പോകുന്നു. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആവില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ ചാനൽ ചർച്ച നടത്തുന്ന ആളുകൾക്കും അറിയാം, CPM-നും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ വളരെ ബോധപൂർവം ഇവിടെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വരാൻ വേണ്ടി പോവാണ്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം, ഹിന്ദുക്കളെ പേടിക്കണം, ക്രിസ്ത്യാനികളെ പേടിക്കണം എന്ന് പരസ്യമായ ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുവാൻ മാതൃഭൂമി ചാനലിൽ ഈ പരസ്യം നടത്തിയതിന്റെ പിന്നിൽ CPM ആണെന്ന് ഞാൻ ആരോപിച്ചു കഴിഞ്ഞാൽ അത് ആരോപണമായി കേരളം ഒരിക്കലും തെറ്റിദ്ധരിക്കൂല, അത് വസ്തുതയാണ്. കാരണം നിങ്ങൾ ഈ സ്വഭാവത്തിലുള്ള പ്രചരണങ്ങൾ ഇവിടെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുക. ജമാഅത്തെ ഇസ്ലാമി ആകപ്പാടെ എല്ലാത്തിനെയും ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് വലിയ അപകടം ഉണ്ടാക്കുന്ന സ്വഭാവത്തിൽ മുസ്ലിം ലീഗിനെ പോലും സ്വാധീനിച്ചുകൊണ്ട്
ഒരു മുസ്ലിം സാമുദായികമായ സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോവാൻ എന്ന സ്വഭാവത്തിൽ നിരന്തരമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ആ പ്രചരണത്തിന് നിങ്ങൾ ഏറ്റവും ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് മതരാഷ്ട്രവാദികളാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാര് മതരാഷ്ട്രവാദികളാണ്. അത് പറഞ്ഞാൽ പിന്നെ മിണ്ടാൻ കഴിയിലാണ് അവർ വിചാരിക്കുന്നത്. മതരാഷ്ട്രവാദം എന്ന ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമുമായോ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുമായോ ഒരു ബന്ധവുമില്ലാത്ത, അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് സയ്യിദ് മൗദൂദി റഹിമഹുല്ലാഹ് മതരാഷ്ട്രവാദത്തെ കുറിച്ച് പറഞ്ഞത് അത് ഏറ്റവും വലിയ പൈശാചികതയാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ പൈശാചികത എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് മതരാഷ്ട്രവാദം. അത് ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല, അത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ളതല്ല. അതിന് വല്ല ബന്ധമുണ്ടെങ്കിൽ ക്രൈസ്തവ മതസമൂഹത്തോട് മാത്രം ബന്ധമുള്ള ഒരു പ്രയോഗം. തിയോക്രസി എന്ന് പറയുന്ന ഒരു കാലത്ത് യൂറോപ്പിലെ പല രാജ്യങ്ങളെയും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ അടക്കി ഭരിച്ച് ചരിത്രപരമായ വലിയ സ്വഭാവത്തിൽ അപകടമുണ്ടാക്കുന്ന സംവിധാനമായി അത് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്. അതും ഇസ്ലാമും തമ്മിൽ ഒരു ബന്ധമില്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ ഈ പറയുന്ന മതരാഷ്ട്രവാദം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയമുണ്ട്, ഒരു സംശയമില്ല. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയം? ഇസ്ലാമിന് രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മതങ്ങളെ പോലെ കേവലം ഒരു മതമല്ല. പള്ളികളുടെയും അമ്പലങ്ങളുടെയും ചർച്ചകളുടെയും മഹത്തളങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്ന ആരാധന അനുഷ്ഠാനങ്ങളുടെ വിശദാംശങ്ങളിൽ മാത്രം കറങ്ങിത്തിരിയുന്ന ഒരു കേവല ദൈവവും മതവും തമ്മിലുള്ള ഒരു കെട്ടുപിഴഞ്ഞു കിടക്കുന്ന ഒരു സംവിധാനത്തിന്റെ പേരല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്ന, അതിൽ ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, അതോടൊപ്പം തന്നെ മനുഷ്യന്റെ സാമൂഹിക ജീവിതമുണ്ട്, കുടുംബ ജീവിതമുണ്ട്, സാമ്പത്തിക ഇടപാടുകളുണ്ട്, രാഷ്ട്രീയമുണ്ട്, നാഗരികതയുണ്ട്, സംസ്കാരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാം ഇസ്ലാമിനകത്തുള്ളത് കൊണ്ട് ആ ഇസ്ലാമിനെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത് എന്നതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇസ്ലാമിന്റെ രാഷ്ട്രീയമാണ്. പ്രവാചകന്മാർ ഈ ലോകത്തെ പരിചയപ്പെടുത്തിയ രാഷ്ട്രീയമാണ്. പ്രവാചകന്മാർക്ക് ശേഷം ഈ ലോകത്ത് നടപ്പിലാക്കിയ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞെന്താ? പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞത് ഇവര് ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്ക് ഇന്ത്യ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാൻ, ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാം എന്ന് പറയാണ്. അഭിമാനത്തോടുകൂടി ജമാഅത്തെ ഇസ്ലാമി പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിലെ ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും ഏകസ്വരത്തിൽ പറയും, ഈ ലോകത്തെ ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അഭിമാനത്തോടുകൂടി കാണുന്ന ഒരു വിഭാഗമാണ് ലോകത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? സാമുദായികതയുടെ പേരിലല്ല. ലോകത്ത് നീതി, ധർമ്മം, മൂല്യം, സത്യം, ഇതൊക്കെ ലോകത്ത് വളരെ മനോഹരമായി ആശയപരമായും പ്രായോഗികമായും നടപ്പിലാക്കിയ ലോകത്തിന് മുഴുവനും എക്കാലത്തും മാതൃകയായ ഭരണാധികാരികളാണ് ഖലീഫമാർ. അതുകൊണ്ടാണ് രാമരാജ്യത്തിന് വേണ്ടി നിരന്തരമായി വാദിച്ച ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് കൂടിയായ മഹാത്മജി ഒരു സന്ദർഭത്തിൽ പറഞ്ഞത്, ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ്. ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ്. ഉമർ റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഖലീഫമാരിൽ രണ്ടാമത്തെ ഭരണാധികാരി 10 വർഷത്തിലധികം മനോഹരമായി ഈ ലോകത്ത് നീതിയിലൂടെ ഭരണം നടപ്പിലാക്കി ലോകത്തിന് മുഴുവനും മാതൃക കാണിച്ചു കൊടുത്ത ആ ഭരണാധികാരിയുടെ ഭരണമാണ് ഇന്ത്യ രാജ്യത്ത് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പറയുമ്പോ അതാണ് ഖലീഫമാരുടെ ഭരണം. ആ ഭരണം സാമുദായികമല്ല. ആ ഭരണം എന്ന് പറയുന്നത് മാനവികമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഉൾക്കൊണ്ടുകൊണ്ട്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ആസ്ഥാനമാക്കി ഒരു ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിച്ചപ്പോ ആ ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമാണ്, 15% മാത്രം. ബാക്കി ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, മജൂസികൾ, മുശ്രിക്കുകൾ, മതമുള്ളവർ, മതമില്ലാത്തവർ, ഇതെല്ലാം കൂടി ചേർന്നിട്ട് അവർ ഭരണകൂടം ഉണ്ടാക്കുന്നത്. ആ ഭരണകൂടത്തിന് ലോകത്തിലെ ഒന്നാമത്തെ എഴുതപ്പെട്ട ഭരണഘടന മദീന ചാർട്ടർ, സഹീഫത്ത് മദീന എന്ന പേരിലുള്ള മദീന ചാർട്ടർ എന്ന് പറയുന്ന ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടനയിലെ ഒന്നാമത്തെ പോയിന്റ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന ഹാദിഹി ഉമ്മത്തുകും ഉമ്മത്തൻ വാഹിദ. ഇതെല്ലാം ഒരൊറ്റ ജനതയാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മുശ്രിക്കുകളും മജൂസികളും എല്ലാം ചേർന്ന് ഒരൊറ്റ ഉമ്മത്തായി, ഒരൊറ്റ ജനതയായി ഈ ലോകത്തിന്റെ മുന്നിൽ മനോഹരമായി
ഒരു ഭരണം ഈ ലോകത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ ഭരണം ഈ ലോകത്തുണ്ടാവുക എന്ന് പറയുന്നത് നന്മേച്ചുക്കളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഖലീഫമാർ ഈ രാജ്യത്ത് ഈ ലോകത്ത് ഇങ്ങനെ ഒരു ഭരണം നടപ്പിലാക്കിയത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളായ സഖാക്കളെ മനസ്സിലാക്കണം. നിങ്ങൾ വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഖുത്ബയിൽ ഈ 4 ഖലീഫമാരുടെ പേര് പറയുമ്പോൾ നിങ്ങൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാറുണ്ടല്ലോ. ആ ഖലീഫമാരെ കുറിച്ച് പിണറായി പറഞ്ഞത് എന്താ പറഞ്ഞത്? ഇവരുടെ കാലഘട്ടത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി ഈ നാടിനെ തിരിച്ചു കൊണ്ടുപോകാൻ പോകുന്നത്. എന്താ അതിൽ അപകടം? ഡൊണാൾഡ് ട്രംപ് ലോകം ഭരിക്കുന്നത്. നെതന്യാഹു എന്ന് പറയുന്ന അതിക്രൂരനായ അക്രമിയായ ഭരണാധികാരിയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങേറ്റത്തെ വർഗീയ വിദ്വേഷ പരാമർശങ്ങളുമായി ഈ രാജ്യത്ത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന വിഭജിച്ച് ഭരിക്കുന്ന തന്ത്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇതൊന്നുമില്ലാത്ത നീതിയും ധർമ്മവും മൂല്യവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു നല്ല ഭരണത്തെ കുറിച്ച് മനുഷ്യന്മാർ ആഗ്രഹിക്കുമ്പോൾ അതിൽ അപകടമുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താ? CPM-ന്റെ ഭരണഘടന നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ 1-ാമത്തെ വരിയിൽ എഴുതിയിട്ടുണ്ട്, തൊഴിലാളി വർഗ സർവാധിപത്യം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. എന്താ ഈ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറഞ്ഞാൽ? അത് ജനാധിപത്യ? അതിൽ മതേതരത്വമുണ്ടോ? അതിലൊരു ജനാധിപത്യമല്ല, ജനാധിപത്യ വിരുദ്ധമായ എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറയുന്നതും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് എന്നൊക്കെ പറയുന്നത് ബ്യൂറോക്രസി, അത് എന്താ പറയാ, ഫ്യൂഡൽ സംവിധാനത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിൽ തൊഴിലാളി വർഗ സർവാധിപത്യം അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പണിയെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് തീവ്രവാദവും ഭീകരവാദവും പറയുമ്പോൾ മതരാഷ്ട്രവാദം എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ നിരന്തരമായി പരത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. CPM-കാരും പഠിക്കണം. CPM-മാര് പഠിക്കേണ്ടത് പിണറായി വിജയന്റെ പ്രസംഗം കേട്ടിട്ടല്ല, ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവനകളെ വിലയിരുത്തിക്കൊണ്ടല്ല, എ വിജയരാഘവന്റെ നട്ടാൽ മുളക്കാത്ത പച്ചക്കള്ളങ്ങൾ ആവർത്തിച്ച് കേട്ടുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ മനസ്സിലാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖത്തു നിന്ന്, അതിന്റെ പ്രഭാഷണങ്ങളിലൂടെ, അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ, അതിന്റെ സാഹിത്യങ്ങളിലൂടെ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് നന്മ മാത്രം നിരന്തരമായി സംഭാവന നൽകിയ, ഈ രാജ്യത്ത് നീതിയുടെ പക്ഷത്തു നിന്ന് നിരന്തരമായി മുന്നോട്ട് പോയ ഒരു കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കിയവരാ ഈ രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതരായ രാഷ്ട്രീയ നായകന്മാർ. അതിലൊന്നാമൻ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പാറ്റ്നയിൽ നടന്ന, ബീഹാറിന്റെ തലസ്ഥാന നഗരമായ പാറ്റ്നയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പങ്കെടുത്തു. ഗാന്ധിജി പങ്കെടുത്തപ്പോ ചില ആളുകൾ വിമർശനം ഉന്നയിച്ചു, നിങ്ങൾ എന്തിനാ ജമാഅത്തുകാരുടെ സമ്മേളനത്തിൽ പോയത്? ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങി. ആ ഏറ്റുവാങ്ങിയപ്പോ പിറ്റേ ദിവസം പത്രങ്ങൾക്ക് അദ്ദേഹം ഒരു കുറിപ്പ് കൊടുത്തുകൊണ്ട് മറുപടി പറഞ്ഞു. എന്താ മറുപടി എന്നറിയോ? ഞാൻ ഇന്നലെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു, ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ, ഒരുപറ്റം സാധുക്കളുടെ സമ്മേളനത്തിൽ. സാധുക്കൾ എന്ന് പറഞ്ഞാൽ ഭിക്ഷയാചിക്കുന്ന സാധുക്കളല്ല, മറിച്ച് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മൂല്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് അവർ. അവരുടെ സമ്മേളനത്തിൽ ഇനിയും എന്നെ ക്ഷണിച്ചാൽ കാൽനടയായിട്ടാണ് പോകേണ്ടതെങ്കിൽ കാൽനടയായിട്ടെങ്കിലും ആ സമ്മേളനത്തിൽ ഞാൻ ഇനിയും പങ്കെടുക്കുമെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ AKG സെന്ററിന്റെ സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പേരല്ല ജമാഅത്തെ ഇസ്ലാമി. പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാഷിന്റെയും സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ മാറി നിൽക്കുന്ന കൂട്ടര് ചിലപ്പോൾ മുസ്ലിം സമുദായത്തിൽ ചിലപ്പോണ്ടാവാം, പക്ഷേ ജമാഅത്തെ ഇസ്ലാമി അതിന് കിട്ടൂല. കാരണം എന്താ? ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ സഹായിക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ സഹായിക്കാം. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഈ വിലവേശം നടത്തിയിട്ടില്ല. ഞങ്ങൾ വഖഫ് ബോർഡിന്റെ ചെയർമാനാക്കിയാൽ, ഹജ്ജ് കമ്മിറ്റിയിൽ അംഗമാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വിഭാഗത്തിന്റെ ചെയർമാനാക്കിയാൽ, ഇതിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയാറില്ല. അങ്ങനെ പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടത്തിലുള്ള ഒന്നല്ല ജമാഅത്ത്, മറിച്ച് നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, മൂല്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി മുന്നോട്ട് പോകുന്ന ഈ വിഭാഗം ആ നിലക്കുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക.
ആ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാണല്ലോ CPM കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി എത്ര കാലം പിന്തുണ നൽകിയത്. ഇത് മറക്കാൻ പറ്റുമോ? നിങ്ങളതിനെ നിരാകരിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. കേരളത്തിന്റെ നിയമസഭയിൽ കോടിയേരി ബാലകൃഷ്ണൻ ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ പറഞ്ഞുകൊണ്ട് പ്രസ്താവന നടത്തി. ദേശാഭിമാനികൾ നിങ്ങൾ മുഖപ്രസംഗം എഴുതി ജമാഅത്തെ ഇസ്ലാമിയെ പ്രശംസിച്ചുകൊണ്ട്. പിണറായി വിജയൻ ശക്തമായി ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി തെരുവിലും പേജിലും വാദിച്ചു, അല്ലേ? എന്തിനു വേണ്ടിയാ? ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ CPM-ന് പിന്തുണ കൊടുത്തു. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഗുരുവായൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിൽ അറിയപ്പെട്ട മുസ്ലിം പണ്ഡിതരും പ്രഭാഷകനുമായ അബ്ദുൽ സമദാനി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമി PT കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന CPM സഹയാത്രികരെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്തു. എന്തിന്റെ പേരില? ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ ആ തകർക്കപ്പെട്ട ബാബരി മസ്ജിദിന്റെ പ്രശ്നത്തിൽ ഇവർക്കൊക്കെ പങ്കുണ്ട് എന്ന് ഇന്ത്യ മുഴുവനും അംഗീകരിച്ച ഒരു കാലഘട്ടത്തിൽ ആ നിലപാട് രാഷ്ട്രീയ നിലപാടായിരുന്നു. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ നിലപാട് എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചത്. ഇപ്പോ CPM-ന് വോട്ട് കൊടുക്കേണ്ടതില്ല, UDF-ന് വോട്ട് കൊടുക്കാമെന്ന് ഈ സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചതും രാഷ്ട്രീയ നിലപാടിന്റെ പേരില്ല. അതല്ലാതെ ഇങ്ങോട്ട് നിങ്ങൾ കിട്ടണമെന്ന് വിചാരിച്ചതല്ല. CPM ഞങ്ങൾ എതിർത്താല് നിങ്ങളെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ ഞങ്ങൾ UDF-ന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും തന്നാൽ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. മറിച്ച് രാഷ്ട്രീയ നിലപാടാണത്. ആ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി കേരളത്തിൽ UDF-ന് ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് CPM-ന് ജമാഅത്ത് ശത്രുവായി മാറിയത്. നിഷേധിക്കാൻ പറ്റുമോ? അതുവരെ ശത്രുവല്ല, അതുവരെ ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുടെ മിത്രമാ. വോട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ നിങ്ങളുടെ ശത്രുവായി. ഇത് രാഷ്ട്രീയ പാപ്പരത്വമാണ് CPM-കാരാ. ഇതിനാണ് രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പറയുക. ഈ രാഷ്ട്രീയ പാപ്പരത്വം നിങ്ങൾ തിരിച്ചറിയണം. ഇപ്പോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CPM-ന് 4 പാർലമെന്റ് മെമ്പർമാര്. ആ 4 പാർലമെന്റ് മെമ്പർമാരിൽ ആലത്തൂരിലെ രാധാകൃഷ്ണൻ ഒഴികെ സിക്കറിലെയും ദിണ്ടിഗഡിലെയും അതേപോലെ തന്നെ മധുരയിലെയും CPM-ന്റെ MP-മാർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ വോട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി കൂടി വോട്ട് ചെയ്തുകൊണ്ടാണ് പാർലമെന്റിലുള്ള 4 MP-മാരിൽ 3 MP-മാരും ഇന്ന് പാർലമെന്റിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾ വാളയാർ ചുരം കടന്നുകൊണ്ട് തമിഴ്നാട്ടിലെത്തി ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഭീകരവാദികളാണെന്ന് പ്രസംഗിക്കോ? ഇല്ല, നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടാവില്ല. കാരണം എന്താ? വാളയാർ ചുരം കയറിയാൽ തമിഴ്നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയും CPM-ഉം കോൺഗ്രസും DMK-യും ഒക്കെ ഒറ്റക്കെട്ടാണ്. മുസ്ലിം ലീഗും എല്ലാം ഒറ്റക്കെട്ട. അവിടെ നിങ്ങളത് പറയൂല. ഡൽഹിയിൽ പോയി ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഭീകരവാദികളാണെന്ന് നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ നിങ്ങൾക്ക് കഴിയില്ല. രാജസ്ഥാനിൽ പോയി ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ തീവ്രവാദം പ്രസംഗിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല. കാരണം രാജസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമിയും നിങ്ങളുമൊക്കെ ഒന്നാണ്. കേരളത്തിൽ ഒന്നാവാതിരുന്നിട്ടൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിക്കും നിങ്ങളോട് ഒരു ശത്രുതയില്ല. പക്ഷേ നിങ്ങൾ നിരന്തരമായി കേരളത്തിന്റെ രാഷ്ട്രീയത്തെ അപകടപ്പെടുത്തുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന്റെ നേട്ടം നിങ്ങൾക്ക് കേരളത്തിലല്ല. ആ നേട്ടം ഒരൊറ്റ വിഭാഗത്തിലേ ഉള്ളൂ. അത് RSS-നാണ്, സംഘപരിവാറിനാണ്, BJP-ക്കാണ്. ഒരു സംശയമല്ല. നിങ്ങളുടെ ഈ അപകടം നിറഞ്ഞ രാഷ്ട്രീയ നിലപാടിന് സംഘപരിവാറിന് എല്ലാ വിധത്തിലുമുള്ള രാഷ്ട്രീയ ഭൂമിക കേരളത്തിൽ നിങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും ചുരുങ്ങിയത് 30 സീറ്റിലെങ്കിലും വിജയിക്കുമെന്ന് അവർ ഉറപ്പിച്ചിട്ടാണ് പോകുന്നത്. ഉറപ്പിക്കുക അവരുടെ ഉറപ്പാ. ആ ഉറപ്പിന്റെ കാരണം എന്താ? കേരളത്തിന്റെ രാഷ്ട്രീയം ഇങ്ങനെ ചില മണ്ണൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് BJP-ക്ക് ഒരു MP ഉണ്ടായി. തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി എന്ന് പറയുന്ന പാർലമെന്റ് അംഗം ജയിച്ചുപോയി. ആരാ ജയിപ്പിച്ചത്? RSS-ന്റെ മാത്രം അജണ്ടയാണ്? അല്ല, CPM വളരെ കൃത്യമായി. അതാണല്ലോ PV അൻവറിനോടുള്ള ഏറ്റവും വലിയ കലുഷം എന്ന് പറയുന്നത്. PV അൻവർ പുറത്തുവിട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ സഖ്യം MP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന MP-യെ തൃശ്ശൂരിലെ പൂരം നിലക്കിക്കൊണ്ട് രാഷ്ട്രീയമായ ഒരു MP ആയിക്കൊണ്ട് തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ അവസരമൊരുക്കുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇങ്ങനെ നിങ്ങൾ BJP-ക്ക് എൻട്രി ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പണി ഇത് അവസാനിപ്പിക്കണം. അവസാനിപ്പിക്കുന്നത് വരെയും നിങ്ങളുടെ പിന്നാലെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാവും, ഒരു സംശയം വേണ്ട. കാരണം ഇത് ഈ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ദൗത്യമാണ്. അത് നിങ്ങൾ മതരാഷ്ട്രവാദത്തിന്റെ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ അടക്കിയിരുത്താമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സാധ്യമല്ല.
നിങ്ങൾ മുസ്ലിം സമുദായത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ അടർത്തിയെടുത്തുകൊണ്ട് ഇന്ന് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ സമുദായത്തിനിടയിൽ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ കുളം കലക്കിക്കൊണ്ട് മീൻ പിടിക്കുന്ന ഈ തന്ത്രമുണ്ടല്ലോ, ഇത് മുസ്ലിം സമുദായം തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കൂട്ടർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്, ആ കൂട്ടർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് വേറെ കാര്യം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യം എന്താണെന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കേരളത്തിലെ പ്രബലമായ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ യുവജന സമ്മേളനം ഈ അടുത്ത് തൃശ്ശൂരിൽ നടന്നു. ആ സമ്മേളനത്തിൽ 3 ദിവസം നീണ്ട ആ സമ്മേളനത്തിൽ ആകപ്പാടെ ചർച്ച ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിക്കാർ തീവ്രവാദികളാണെന്ന് സമർത്ഥിക്കാനാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ രാജ്യദ്രോഹികളാണ്, അവര് കുഴപ്പക്കാരാണ്, അവര് തീവ്രവാദികളാണ്, അവര് മതരാഷ്ട്രവാദികളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഏത് കാലത്ത് അവര് സമ്മേളനം നടത്തുന്നത്? ഇന്ത്യ രാജ്യത്തെ സംഘപരിവാറിന്റെ രാഷ്ട്രീയമായ പ്രവർത്തനങ്ങൾ മുസ്ലിം സമുദായത്തെ മുഴുവനും ഭീകരമായ സ്വഭാവത്തിൽ പിടികൂടി ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങളെ വംശീയമായ ഉന്മൂലനം ചെയ്യാനുള്ള എല്ലാ അജണ്ടകളും പുറത്തെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സംഘപരിവാറിന്റെ ഈ അപകടം നടന്ന രാഷ്ട്രീയത്തിനെതിരെ ഒരക്ഷരം ഉരിയാടാത്ത സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ തീവ്രവാദികളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ വഖഫ് നമുക്കറിയാമല്ലോ, ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ സാമ്പത്തികമായി തകർക്കുക എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ടയാണ്. വ്യക്തിപരമായി സാമ്പത്തിക ശേഷിയുള്ള മുസ്ലിം സമുദായത്തിലുള്ള വ്യക്തികളുടെ സാമ്പത്തിക ശേഷിയെ തകർക്കാൻ വേണ്ടി ബുൾഡോസർ രാജ് ഉൾപ്പെടെയുള്ള ഒരുപാട് രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരു വശത്ത് നടപ്പിലാക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ സംഘടിത സാമ്പത്തിക സംവിധാനം കൂടിയായ ഈ വഖഫ് എന്ന് പറയുന്ന സംവിധാനത്തിൽ കൈയിട്ട് വാരി മുസ്ലിം സമുദായത്തെ സാമ്പത്തികമായി തകർക്കുവാൻ വേണ്ടി സംഘപരിവാർ സകലവിധ അജണ്ടകളും പുറത്തെടുത്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരക്ഷരം ആ സമ്മേളനത്തിലില്ല. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഒരക്ഷരം ഒരു പ്രമേയത്തിലൂടെ പോലും പാസ്സാക്കാത്ത സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഭീകരവാദികളാണ്, മുജാഹിദുകാർ പുത്തൻപ്രസ്ഥാനക്കാരാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി മാത്രം ഒരു സമ്മേളനം. ഇന്ത്യ രാജ്യത്തുള്ള പള്ളികളുടെ അടിയാധാരം മുഴുവനും മാന്തിയെടുത്തുകൊണ്ട് അവരെ ശിവലിംഗം സ്ഥാപിക്കുവാൻ വേണ്ടി ഹിന്ദുത്വ ശക്തികൾ നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം ഉരിയാടാത്ത സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ മതരാഷ്ട്രവാദികളാണെന്ന് സ്ഥാപിക്കാൻ സമ്മേളനം. ഫലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യര് 60,000-ഓളം വരുന്ന നിരപരാധികളായ പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ ഇസ്രായേൽ എന്ന് പറയുന്ന അധിനിവേശ ഭീകര രാജ്യത്തിന്റെ അത്യധികം ബീജമായ ക്രൂരമായ വംശീയ ഉന്മൂലനത്തിന് വിധേയമായി ഈ ലോകത്തിൽ നിന്ന് ശുഹദാക്കളായി അല്ലാഹുവിലേക്ക് തിരിച്ചുപോയപ്പോ ആ മണ്ണ് മുഴുവനും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ 2 കൈകൾ ഉയർത്തി അല്ലാഹുവിനോട് ആ ജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഭീകരവാദികൾ എന്ന് സമർത്ഥിക്കാം. എന്തിനു വേണ്ടി അവർ സമ്മേളനം നടത്തുന്നത്? ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സമ്മേളനം? ഇന്ന് ബൈത്തു സക്കാത്ത പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമിക്കാര് സംഘടിതമായി സക്കാത്ത് പിരിക്കുന്നു. സംഘടിതമായിട്ട് സക്കാത്ത് പിരിക്കാന്ന് അതാണ് ഇസ്ലാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരിലൂടെ റാഷിദുകളിലൂടെ ഈ ലോകത്ത് നടപ്പിലാക്കിയ ലോകത്തിന്റെ മനുഷ്യ സമൂഹത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ഇസ്ലാം നിശ്ചയിച്ച ഏറ്റവും മനോഹരമായ സംവിധാനമാണ് സക്കാത്ത്. ആ സക്കാത്ത് എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിലെ 27-ാം രാവിലെ മുതലാളിമാരുടെ വീടുകളുടെ മുമ്പിൽ ഒരു പുതിയ സിനിമാ തിയേറ്ററിൽ സിനിമ റിലീസായി കഴിഞ്ഞാൽ ആളുകളെ തിരക്ക് കൂട്ടുന്നത് പോലെ മെക്കാ പൈസക്ക് വേണ്ടി തിരക്ക് കൂട്ടുന്ന സംവിധാനത്തിന്റെ പേരല്ല സക്കാത്ത്. മറിച്ച് സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നടപ്പിലാക്കി അതിലൂടെ എന്താണോ ലക്ഷ്യമുള്ളത് ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാർ സംഘടിത സക്കാത്ത് ഭയങ്കര പ്രശ്നമാണ്. ഇതിന്റെ പിന്നിൽ CPM ആണ്. മുസ്ലിം സമുദായത്തെ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള നിരന്തരമായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എന്തെല്ലാം വടി കൊടുക്കാൻ പറ്റുമോ ആ വടിയെല്ലാം എടുത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ അടിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കാം. ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കാം. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാർക്കും അത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു വിഭാഗത്തിന്റെ ഈ അജണ്ട കേരളത്തിലെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തുള്ള നല്ലവരായ ജനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. CPM-കാരോട് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ദൗത്യം, ആ ദൗത്യവുമായി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും. അത് ആരുടെയും തിട്ടൂരം കൊണ്ട് ഭയപ്പെടുന്ന പ്രസ്ഥാനമല്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്
എന്ന ഒരു ആദർശവാക്യത്തിന്റെ പിൻബലത്തിൽ വളരെ കൃത്യമായ ഒരു ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന മാർഗവും മനോഹരമായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായത്. ലക്ഷ്യം നന്നായാൽ മാർഗം എന്തുമാവാം എന്ന കമ്മ്യൂണിസ്റ്റ് വരട്ടുവാദം ജമാഅത്തെ ഇസ്ലാമിക്കും ഇസ്ലാമിനുമില്ല. മറിച്ച് ലക്ഷ്യത്തെ പോലെ മാർഗവും നന്നാവണം. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സ്വീകരിക്കുന്ന മാർഗവും നന്നാവണം. ആ മാർഗമല്ലാതെ വഴിവിട്ട മാർഗം ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കൂല. അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കില്ല. നിഗൂഢമായ ഒരു അജണ്ടയും ജമാഅത്തെ ഇസ്ലാമിക്കില്ല. കാരണം സുതാര്യമായി ഈ രാജ്യത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കുവാൻ എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് എല്ലാ വെല്ലുവിളികളെയും അതിജയിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനം ഈ സാർത്ഥവാഹക സംഘം അതിന്റെ ചുമതലകളുമായി മുന്നോട്ട് പോകും. അതിന്റെ മുമ്പിൽ ദയവ് ചെയ്ത് നിങ്ങൾ തടസ്സം ഉണ്ടാക്കരുത്. തടസ്സം ഉണ്ടാക്കിയാൽ ഞങ്ങൾ തട്ടിമാറ്റും, ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. കാരണം ഇത് ഈ കാലഘട്ടത്തിന്റെ ഇസ്ലാമികമായ ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ സഹോദരന്മാരോട് സഹോദരിമാരോട് ഞാൻ സൂചിപ്പിക്കുന്നത്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പഠിക്കുക, ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ മനസ്സിലാക്കുക. നന്മയുടെയും ധർമ്മത്തിന്റെയും പക്ഷത്ത് ആര് നിന്നാലും അവരൊക്കെ ഒന്നിച്ച് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. തിന്മയുടെയും അധർമ്മത്തിന്റെയും അനീതിയുടെയും പക്ഷത്ത് ആര് അണിനിരന്നാലും അതിനോട് നിസ്സഹരിക്കുക എന്ന് പറയുന്ന പോളിസിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം ഈ രാജ്യത്തിന് നന്മ മാത്രമേ നൽകിയിട്ടുള്ളൂ. നന്മയുടെ പക്ഷത്താണ് ഈ പ്രസ്ഥാനം എല്ലാ കാലഘട്ടത്തിലും അണിനിരന്നിട്ടുള്ളത്. അതുകൊണ്ട് കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കി വസ്തുതാപരമായി വിലയിരുത്തി ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട ഈ കാലഘട്ടത്തിൽ അനാവശ്യമായ ധ്രുവീകരണ പ്രവർത്തനങ്ങൾ, വംശീയമായ വിദ്വേഷ പ്രചരണങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ട് രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുന്ന സംഘപരിവാറിന്റെ തനിപകർപ്പായി ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളായി CPM-ഉം സംഘപരിവാറും മാറുന്നത് ജാഗ്രത പാലിക്കുവാൻ ഈ രാജ്യത്ത് നല്ലവരായ ജനങ്ങൾ തയ്യാറാവണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എന്നെ ശ്രമിച്ച ഈ പ്രദേശത്ത് നല്ലവരായ എല്ലാവർക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ മനസ്സ് നിറഞ്ഞ ഹൃദയം തുറന്ന അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.